ഇനി വണ്ണം വെക്കുന്നില്ല എന്നുള്ള പരാതി ആരും പറയരുത്. അതിനായിട്ടൊരു കിടിൽ ഐറ്റം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവേ. അതിനായിട്ട് ഇതാ ഒരു പാൻ അങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ. പാൽ ഒരു ഇളം ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഐറ്റം ചേർത്ത് കൊടുക്കാവേ. അതിനായിട്ട് ഒരു പച്ച മുട്ടയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അത് നല്ല കട്ടി പിടിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ബിസ്ക് എടുത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചങ്ങ് പതപ്പിക്കാവേ. പതപ്പിച്ച് നല്ല ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും ഇത് കട്ടിയായി പോകരുത്, ഒന്ന് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുള്ളത് ഓട്സ് ആട്ടോ. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് മൾട്ടിഗ്രെയിൻ ഓട്സ് ആട്ടോ. അപ്പം നിങ്ങൾ സാധാ ഓട്സ് എടുത്താലും മതിയേ. അപ്പം അതിനായിട്ട് ഇതിന് ഒരു കുഞ്ഞൊരു ബൗൾ ഓട്സ് എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് തലേന്നേ കുതിർത്ത് വെച്ച മുന്തിരിങ്ങ കേട്ടോ. അപ്പോൾ കറുത്ത മുന്തിരിങ്ങയാണെന്നുണ്ടെങ്കിൽ അതെടുക്കാവേ. ഫ്ലെയിം ഓഫാന്നുള്ള ആരും മറക്കല്ലോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമുക്കൊരു 1 മണിക്കൂറോളം ഒന്ന് അടച്ച് വെക്കാവേ. 1 മണിക്കൂർ കഴിയുമ്പം ഇതെല്ലാം നന്നായിട്ടൊന്ന് കുതിർന്ന് ഇതിൻ്റെ ചൂടെല്ലാം ഒന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പം ഈ ഓട്സ് എല്ലാം ഈ ചൂടിലിരുന്നൊന്ന് കുതിർന്ന് നന്നായി മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ. ഇതെല്ലാം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി വേണ്ടുള്ളത് ഒരു റോബസ്റ്റ പഴമാട്ടോ. നിങ്ങൾക്കിപ്പോൾ ഏത് പഴമാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാവേ. ഞാൻ എടുത്തേക്കുന്നത് റോബസ്റ്റ പഴമാണേ. അപ്പം ഇതങ്ങോട്ട് നന്നായിട്ട് കട്ട് ചെയ്തങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ വേണമെങ്കിൽ ഈത്തപ്പഴമോ നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം നട്ട്സുകളുണ്ടോ അതെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ വലിയ റിച്ചായിട്ടൊന്നുമില്ല, നമ്മൾ വീട്ടിലുള്ള ഐറ്റങ്ങൾ മാത്രം ചേർത്ത് കൊടുത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കൊന്ന് അടിച്ച് വന്നപ്പോഴത്തേക്കും നല്ല എഗ് സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബോ ഹണിയോ എന്താ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഏതാണോ അതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ അടിപൊളി എഗ് സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. അപ്പം വണ്ണം വെക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് വീഡിയോയിൽ അറിയിക്കാൻ മറക്കല്ലും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു, ഓക്കേ.